ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ് കേട്ടോ. വീക്കെൻഡ് ഷോപ്പിങ്ങിന് പോയതും പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയതും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ മഴയുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരും. അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റ്. പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് മഴ വരുന്നത്. പിന്നെ എല്ലാ ദിവസവും കുടിക്കുന്ന പോലെ രാവിലെ ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗോതമ്പ് പൊടി പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടയൊക്കെ ഉടച്ച് ദോശമാവ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ലഞ്ച് കൊണ്ടുപോകണം ഹസ്ബൻഡിന്. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേര എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷാണ്. മീൻ കറിയും മീൻ വറുത്തതായിരുന്നു ഇന്നത്തെ ലഞ്ചിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യമില്ല കേട്ടോ ഗോതമ്പ് ദോശ, എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഹസ്ബൻഡിനും സയാനും കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ സയാൻ ഇന്ന് സ്നാക്ക് ബോക്സിൽ ഗോതമ്പ് ദോശയാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അങ്ങനെ സയാൻ്റെ ടിഫിൻ ബോക്സും ഹസ്ബൻഡിനുള്ള ലഞ്ചൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ അവനെ സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സയാനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയ ടൈമിലുള്ള വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ശ്രീകൃഷ്ണ ജയന്തിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ മാം അയച്ചെന്ന കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അന്ന് ഏതെങ്കിലും ട്രഡീഷണൽ വെയർ ഇടിച്ചു കൊടുക്കാനായിരുന്നു മാം പറഞ്ഞത്. അങ്ങനെ ജുബ്ബ ഇടിച്ചാണ് ഞാൻ വിട്ടത് കേട്ടോ. തീരെ ഇഷ്ടമല്ല അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വീക്കെൻഡ് ആണ് കേട്ടോ. വീക്കെൻഡ് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടോയ് ഷോപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ജയാനൊരു കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. അവിടെ ലക്കി ഡ്രോയില് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മളെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയത് മിക്സി ആയിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് ഒരു മിക്സി വാങ്ങിക്കണമെന്ന് വിചാരിക്കുകയാണ്. അതിപ്പോൾ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സിലിക്കോണിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും സന്തോഷമാണ്. വീട്ടിലുള്ള മിക്സി കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മളെ ഇപ്പോഴത്തെ പുതിയ മിക്സിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മിക്സി വാങ്ങിക്കണമെന്ന് കുറച്ച് നാളായി വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചൊരു സാധനം നമ്മളെ കയ്യിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോഴുള്ള ഒരു സന്തോഷം അതെനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ അറിയില്ല കേട്ടോ. അത്രയും ഹാപ്പി ആയിരുന്നു. കാറ് കാണിക്ക്. അല്ലല്ലോ, എന്താ കാറിന്റെ പേരെന്താ? എവിടെ പോവാ സയൻ? എവിടെ പോണ? പാർക്കിൽ പോണോ? പാർക്കിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? സ്ലൈഡിൽ കയറാനാ? സ്ലൈഡ് ഇഷ്ടമാണോ? ആഹാ, സ്ലൈഡിൽ കയറും. പിന്നെ എവിടെ കയറും? ഊഞ്ഞാലിൽ കയറോ? ഊഞ്ഞാലിലെ പാട്ട് പാടോ? ബട്ടർഫ്ലൈന്റെ പാട്ട് പാടോ? ചോറ് കഴിക്കോ? പാർക്കിൽ പോണോണ്ടല്ലേ കഴിക്കണേ. ചോറ് കഴിച്ചാ പാർക്കിൽ പോവാം. കഴിക്കോ? ചോറ് കഴിക്കോ? പൂമ്പാറ്റയുടെ പാട്ട് പാടോ? അപ്പൊ നമ്മള് പാർക്കിൽ പോവില്ല. എന്നാ പാട്ട് പാട്. ABCD അറിയോ? സ്കൂളിൽ എന്തൊക്കെ പാട്ട് പഠിച്ചു? അവിടെ പോവാ സയൻ? എവിടെ പോവാ? പാർക്കിൽ പോകണോ? മീൻ മേടിക്കാൻ വന്നതല്ലേ അല്ലേ? പാർക്കിൽ വന്നതാണോ? മീൻ മേടിച്ചിട്ട് പാർക്കിൽ പോവാം. ഓക്കെ, ഗുഡ് ബോയ് ആണ് കേട്ടോ. മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഞാൻ മീൻ വാങ്ങിക്കുന്ന വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് ഉണക്ക ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഉണക്കമീനൊക്കെ വാങ്ങിച്ച് നമ്മളിനി തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സിലോണിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു വാഷ് ബേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സയാൻ തന്നെ കഴുകിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴുകാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര രസം തോന്നി. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് കറക്റ്റ് ലഞ്ചിൻ്റെ ടൈമിലെത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതാ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് സ്കൈ കാണാനൊരു പ്രത്യേക ഭംഗിയില്ല, നല്ല രസമില്ല ഇന്ന് സ്കൈ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത സമയത്തൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ടു നോക്കാത്തവർ ഷോർട്സും കൂടെ കണ്ടു നോക്കാം. പിന്നെ ഇതാണ് സയാന് വാങ്ങിച്ചിട്ടുള്ള കാർ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ മിക്സി കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അൺബോക്സ് ചെയ്യാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനിയും പുതിയ പുതിയ റെസിപ്പി വീഡിയോസോ വ്ളോഗ്സോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.